അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പലരും ചോദിച്ചൊരു വിഷയമാണ് നമ്മുടെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ അതിന് അറുക്കുന്ന മുടികളച്ചിലിനോടനുബന്ധിച്ച് നമ്മുടെ നാടൻ രീതിയിൽ പറയുമ്പോൾ മുടികളച്ചിലിനോടനുബന്ധിച്ച് അറുക്കുന്ന അഖീഖയെ സംബന്ധിച്ച്. ആദ്യം മനസ്സിലാക്കാൻ ഉച്ചാരണം അയിനാണ്. അഖീഖ, 2 ഖാഫ് പുള്ളിയുള്ള ഖാഫ്. അഖീഖ. അഖീഖ അറുക്കൽ സുന്നത്താണ്. അത് ഉളുഹിയയുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും ഇതിലും ബാധകമാണ്. അപ്പോൾ ഒരാൺകുട്ടിയാണ് എങ്കിൽ 2 ആട്, പെൺകുട്ടിയാണെങ്കിൽ 1 ആട്. മാടാകുമ്പോൾ ഒരു മാടിന്, ആണിനായാലും പെണ്ണിനായാലും ഒരു മാടിനെ അറുത്താൽ മതി. ഇനി പല കുട്ടികൾക്ക് വേണ്ടി ഒരു മാട്ടിൽ വേണമെങ്കിൽ ഷെയർ ആകാം. മാടാകുമ്പോൾ അതിൽ 7 ഷെയർ ഉണ്ട്. അത് 7 കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ വേണമെങ്കിൽ അറുക്കാം. ഇനി അതല്ല ഒരു കുഞ്ഞിന് വേണ്ടി മാത്രം വേണമെങ്കിലും അറുക്കാം. ഇനി കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ വേണ്ടി അറുക്കാം. എങ്ങനെ വേണമെങ്കിലും അത് അറുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതാണെങ്കിലും മാടാകുമ്പോൾ അതിനകത്ത് 7 ഷെയർ ഉണ്ട്. ആടാകുമ്പോൾ അതിനകത്ത് 1 ഷെയർ ഒരു കുട്ടിക്ക് മാത്രമേ വെക്കൂ. ഇനി ഒരു ആൺകുട്ടിക്ക് ഒരാട് മാത്രം അറുത്തു, എന്നാലും സുന്നത്ത് വിടും. അതിന്റെ പരിപൂർണത, ശ്രേഷ്ഠതയുടെ അങ്ങേറ്റം എത്തണമെങ്കിൽ 2 ആട്, ആൺകുട്ടിക്ക്, പെൺകുട്ടിയാകുമ്പോൾ 1 ആട്. നമ്മുടെ നാട്ടിൽ ആടാകുമ്പോൾ അതിനും 2 വയസ്സ് വേണം. മാടാകുമ്പോഴും 2 വയസ്സ് തന്നെ. ഇതിലാണാണ് ഏറ്റവും ശ്രേഷ്ഠം. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇതിൽ നീയത്ത് എൻ്റെ ഇന്ന കുഞ്ഞിൻ്റെ സുന്നത്തായ അഖീഖ ഞാൻ അറുക്കുന്നു, എൻ്റെ ഇന്ന കുഞ്ഞിൻ്റെ സുന്നത്തായ അഖീഖ ഞാൻ അറുക്കുന്നു എന്നോ, അല്ലെങ്കിൽ എൻ്റെ ഇന്ന കുഞ്ഞിൻ്റെ സുന്നത്തായ അഖീഖക്കുള്ള മൃഗമാണ് ഇത് എന്നോ നമ്മൾ നീയത്ത് ചെയ്യുക. പിന്നെ അതിൽ ശ്രദ്ധിക്കാനുള്ളത്, അപ്പോൾ നീയത്ത് കഴിഞ്ഞു. ഇനി ഇപ്പോൾ പല കുട്ടികൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ കുട്ടിക്കും അതിൻ്റെ മാതാപിതാക്കൾക്കും വേണ്ടി. പ്രായപൂർത്തി എത്തുന്നത് വരെ മാതാപിതാക്കളുടെ ബാധ്യതയാണ്. പ്രായപൂർത്തി എത്തിക്കഴിയുമ്പോൾ പിന്നെ സ്വന്തം ബാധ്യതയായിട്ട് മാറും. പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾക്ക് അനുവാദം ചോദിക്കേണ്ട ഒരാവശ്യം കൂടിയുണ്ട്. ശരി, ഏതായാലും അപ്പോൾ പലരുടെ ഷെയർ ആണെങ്കിൽ അവരെല്ലാം കൂടി ഒരാളിന് വക്കാലത്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ എല്ലാവരും കൂടി നിന്നിട്ട് ഈ മൃഗത്തിൻ്റെ 7-1, ഇനി 5 പേരുണ്ടെങ്കിൽ 5-1 എൻ്റെ ഇന്ന കുഞ്ഞിൻ്റെ സുന്നത്തായ അഖീഖയ്ക്ക് ഞാൻ നിയത്ത് ചെയ്തു. ആ നെല്ല കഴിയുമ്പം ആ പലരുടെ നിയത്തായി. ഇനി ഒന്നുമില്ല, ഒറ്റയ്ക്കാണെങ്കിൽ ഓക്കെ. ഏതാണെങ്കിലും അങ്ങനെ നിയത്ത് ചെയ്തു. ഇനി ഇത് അറുക്കേണ്ട സമയം, ഏറ്റവും ശ്രേഷ്ഠമായ രീതി, ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ ജനിച്ച ദിവസത്തെ 1-ാം ദിവസമായി കൂട്ടിയിട്ട് 7-ാമത്തെ ദിവസം. ആ 7-ാമത്തെ ദിവസത്തിൽ സൂര്യോദയം കഴിയുമ്പോൾ കുഞ്ഞിന് ഔദ്യോഗികമായി പേര് കൊടുക്കുന്നു. അതാണ് സുന്നത്തായ രീതി. അല്ലാതെ ജനിക്കുന്ന ഉടനെ പേര് കൊടുക്കലല്ല. അങ്ങനെ പേര് കൊടുത്തു. ഇനി അഖീഖ മുടികളച്ചിൽ പോലുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നില്ല എങ്കിൽ ആ സമയത്ത് ജനിച്ചവണ്ണം തന്നെ പേര് കൊടുക്കാൻ കുഴപ്പമില്ല. നേരെ മറിച്ച് അഖീഖ അറുക്കൽ, മുടികളെയൊക്കെ ഇങ്ങനെ നടക്കുന്ന ഒരു രീതിയാണ് 7 തന്നെ നടത്തുന്നുണ്ടെങ്കിൽ പിന്നെ 7 പേരിടൽ സുന്നത്ത്. അപ്പോൾ 7 ഉദയം കഴിഞ്ഞു. ഉദയം കഴിയുന്ന ഉടനെ കുഞ്ഞിന് ഔദ്യോഗികമായി പേര് കൊടുത്തു. പേര് കൊടുത്തിട്ട് പിന്നെ നമ്മൾ നിയത്ത് ചെയ്യുകയാണ്, അറുക്കാൻ പോവുകയാണ്. ഉദയം കഴിഞ്ഞ ഉടനെ എൻ്റെ ഇന്ന കുഞ്ഞിൻ്റെ സുന്നത്തായ അഖീഖ ഞാൻ അറുക്കുന്നു. നമ്മൾ അറുക്കുകയോ അല്ലെങ്കിൽ അറുക്കാൻ കത്തിയെടുത്ത് കയ്യിലേക്ക് കൊടുക്കുകയോ എന്താണെങ്കിലും അത് വേണ്ടവർ ചെയ്യുക. അപ്പം അങ്ങനെ നമ്മൾ കൊടുക്കുന്ന സുന്നത്ത് എന്നുള്ളത് നിയ്യത്തിൽ മറന്നു പോകാതിരിക്കുക. പ്രത്യേകം ഫിഖ്ഹിൽ കൊടുക്കുന്നുണ്ട്, ഉളുഹിയ പോലെ തന്നെ. അങ്ങനെ നമ്മൾ മൃഗത്തെ അറുത്തു. മൃഗം അറുത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് മുടി കളയുന്നു. അപ്പം ഈ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, അറവും മുടികളെയും കൂടെ ഒരേ സമയത്ത് വേണം. അത് പരിശുദ്ധ ദീനിന്റെ കൽപ്പനയല്ല. ദീനിന്റെ കൽപ്പന പേരിടുക, ഉദയം കഴിഞ്ഞ് പേരിടുക, പേരിട്ട് കഴിഞ്ഞിട്ട് എൻ്റെ ഇന്ന കുഞ്ഞിന്റെ സുന്നത്തായ അഖീഖ ഞാൻ അറുക്കുന്നു. ആ നിയ്യത്തിൽ നമ്മൾ അഖീഖ അറുക്കുന്നു. അറിവ് കഴിഞ്ഞിട്ട് മുടി കളയുന്നു. മുടിയുടെ തൂക്കത്തിന് വെള്ളിയോ സ്വർണമോ കൊടുക്കുന്നു. അതാണ് അതിൻ്റെ സുന്നത്തായ രീതി. ഇനി അറുത്ത് കഴിഞ്ഞാൽ ഈ സുന്നത്തായ അഖീഖ ആയതുകൊണ്ട് 1 കിലോ എങ്കിലും ഫക്കീർ മിസ്കീനിൽപ്പെട്ട ആർക്കെങ്കിലും നാട്ടിൽ സദഖ ചെയ്യൽ അതിൻ്റെ നിർബന്ധമാണ്. അറുത്ത് കഴിയുമ്പം അതിൽ 1 കിലോ എങ്കിലും, ഞാൻ കുറഞ്ഞതെങ്കിലും സദഖ ചെയ്യുക. ബാക്കി മുഴുവൻ സ്വന്തം എടുത്തു, കുഴപ്പമില്ല, ജായിസാണ്. നേരെ മറിച്ച് ഒരല്പം നമ്മളെടുത്തു, ബാക്കി മുഴുവൻ സദഖ ചെയ്യുന്നു, അത് ഏറ്റവും ശ്രേഷ്ഠം. ഇനി നമ്മൾ എടുക്കുന്നത് 3-1 കൂടാതിരിക്കുക. അപ്പോൾ 90 കിലോ ഒരു മൃഗമാണ്, 30 കിലോ നമ്മളെടുത്തു, 60 കിലോ സദഖ ചെയ്തു. അത് ഒരു ആവറേജ് കൊള്ളാവുന്ന രീതി. അപ്പോൾ ഈ 3 മാർഗത്തിൽ ഏത് മാർഗം സ്വീകരിച്ചാലും മതി. പിന്നെ ഇത് കഴിവിൻ്റെ പരമാവധി പ്രബല അഭിപ്രായം അനുസരിച്ച്
മുസ്ലിമിന് മാത്രം കൊടുക്കുക. അപ്പൊ നമ്മുടെ തൊട്ടടുത്ത് ഉണ്ട് എങ്കിൽ അവരറിയാതെ തന്നെ നമ്മൾ വേറൊരൽപ്പം ഇറച്ചി വാങ്ങി കൊടുക്കലാണ് നല്ലത്. കാരണം സാഹോദര്യ ബന്ധം, സ്നേഹബന്ധം നിലനിർത്തൽ നമ്മുടെ ബാധ്യതയാണ്. ചില ഇമാമുകളുടെ അഭിപ്രായം അനുസരിച്ച് കൊടുക്കുന്നതുകൊണ്ട് വിരോധമില്ല. എങ്കിലും അഭിപ്രായ വ്യത്യാസം ഉള്ളതുകൊണ്ട് നമ്മൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടി മുസ്ലിം സഹോദരങ്ങൾക്ക് നമ്മൾ വേറെ അല്പം അവർക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞ് തള്ളുകയല്ല, അവർക്ക് വേറെ അല്പം വാങ്ങി കൊടുക്കുക, അതാണ് ശ്രേഷ്ഠം. അതല്ലെങ്കിൽ 7 ആടല്ല മാടാണെങ്കിൽ വേറെ പ്രത്യേകിച്ച് ആർക്കുമില്ല, നമ്മുടെ കുഞ്ഞിന് മാത്രം, ഒരു കുട്ടിക്ക് മാത്രം മറുക്കുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകം ഒന്ന് കരുതിയാൽ നല്ലതായിരുന്നു. ഈ മൃഗത്തിന്റെ 7 ഭാഗത്തിൽ 6 ഭാഗവും ഈ കുഞ്ഞിന്റെ സുന്നത്താക്കുകയും 1 ഭാഗം വെറും ഇറച്ചിക്കും നിയത്ത് ചെയ്താൽ, അപ്പം ആ 1 ഭാഗം 7-ൽ 1, ആ 7-ൽ 1 ഭാഗം വെറും ഇറച്ചി ആയതുകൊണ്ട് അതിൽ നിന്ന് വേണമെങ്കിൽ എടുത്ത് എന്ത് ചെയ്യാം, നമുക്ക് ഈ മുസ്ലിം സഹോദരങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ ഈ അഭിപ്രായ വ്യത്യാസത്തിന്റെ വിഷയം അവിടെ വരികയില്ല. ഇനി അതെല്ലാം മൊത്തം നമ്മൾ എന്ത് ചെയ്യുന്നു, മുസ്ലിം സഹോദരങ്ങൾക്ക് കൊടുക്കുന്നു, വേറെ അല്പം വാങ്ങിച്ച മുസ്ലിം സഹോദരങ്ങൾക്ക് കൊടുക്കുന്നു, എന്നാലും പ്രശ്നമൊന്നുമില്ല. ഏതാണെങ്കിലും അയൽവക്കത്തുള്ള മുസ്ലിം സഹോദരങ്ങളെ ഒഴിവാക്കുക എന്നുള്ളത് പരിശുദ്ധ ദീനിന്റെ പൊതുകൽപ്പനയ്ക്കെതിരാണ്. അതുകൂടി ഈ കൂട്ടത്തിൽ നമ്മൾ ഓർമ്മയിൽ വെക്കുക. അപ്പം അഖീഖയുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യമാണ് ഇത്. പിന്നെ അതിന്റെ തോല് വിൽക്കാൻ പാടില്ല, തോല് വിറ്റിട്ട് പൈസ കൊടുക്കലും പാടില്ല. നേരെ മറിച്ച് ഒരാളുടെ അനുവാദം ചോദിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഒരാൾക്ക് പറയാതാണ്ട് നമ്മുടെ അഖീഖയുടെ സുന്നത്തായ അഖീഖയുടെ തോല് നിങ്ങൾക്കാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, വിറ്റ് പൈസ എന്നാൽ മതിയോ? മതി എന്ന് പറഞ്ഞാൽ നമുക്ക് വിറ്റ് കൊടുക്കാം. കാരണം ഈ വിൽക്കുന്ന സാധനത്തിൽ ഉടമസ്ഥാവകാശം വേണമെന്ന. ഇപ്പൊ തോലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉടമസ്ഥതയിലുള്ളതല്ല, ഇത് ആർക്കോ കൊടുക്കാനുള്ളതാണ്. അപ്പൊ ഉടമസ്ഥാവകാശം ഇല്ലാത്ത സാധനം വിൽക്കാൻ പാടില്ല എന്നൊരു പൊതു നിയമമാണ്. അതുകൊണ്ട് ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക. തോല് വിൽക്കരുത്, നമ്മളായിട്ട് വിൽക്കരുത്. അല്ലെങ്കിൽ അനുമതി ചോദിച്ചിട്ട് വിറ്റ് അതിന്റെ പൈസ കൊടുക്കുക, അല്ലെങ്കിൽ തോലായിട്ട് തന്നെ ഇറങ്ങി കൊടുക്കുക. തോല് വെട്ടുകാർക്ക് കൂലിയായിട്ടും കൊടുക്കാൻ പാടില്ല. ഇനി ആ വെട്ടുന്നവർ മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ അവർക്കിത് ഫ്രീ ആയിട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. കൂലി വേറെ കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും തുല്യമായിട്ട് തന്നെ കൊടുക്കണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പറഞ്ഞല്ലോ, ആ മൃഗത്തിൽ നിന്ന് ഒരല്പമെങ്കിലും നാട്ടിൽ ഫക്കീർ മിസ്കിന്മാർക്ക് കൊടുക്കൽ നിർബന്ധം. ബാക്കി മുഴുവൻ നമുക്ക് എടുക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ ഭാഗം കൊടുക്കുകയോ ഒക്കെ ചെയ്യില്ല, അത് വേറെ പ്രശ്നമൊന്നുമില്ല. ഒരല്പമെങ്കിലും കൊടുക്കലാണോ വാജിബ്. അപ്പൊ ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ശരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.